വ്യാപാരി വ്യവസായ ഏകോപന സമിതി വേങ്ങ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പൊതുയോഗം നടത്തി. കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ID കാർഡ് വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM സെയ്ദ് ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി വേങ്ങ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പൊതുയോഗം സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ID കാർഡ് വിതരണവും നടത്തി. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM സെയ്ദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ ചെറുകിട വ്യവസായ മേഖലയിലെ അംഗമാണ്. ഒരു ചെറുകിട വ്യവസായി മരണപ്പെട്ടാൽ അയാളുടെ കുടുംബത്തിന് വളരെ പെട്ടെന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ 10 ലക്ഷം രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ഞങ്ങൾ കൊടുക്കുമ്പോൾ ഇത്രയും നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ അല്ല ഞങ്ങളുടെ ഇത് വാങ്ങുന്നത്. കാരണം ഞങ്ങളിത് കൊല്ലത്ത് ആശ്വസിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വ്യവസായി ഉണ്ടായിരുന്നു. എപ്പോഴും ജില്ലാ കമ്മിറ്റി വലിയ പ്രശ്നമാണ് സംസാരിക്കുന്നത്. പക്ഷെ അയാളെ കാണുമ്പോൾ ഞങ്ങളൊക്കെ വളരെ പക്വതയോടെ നോക്കുമായിരുന്നു. ഗോപാലകൃഷ്ണൻ എന്നാണ് പേര്. അയാൾ പെയിന്റ് കമ്പനിയാണ് നടത്തുന്നത്. ഒരു സുപ്രഭാതത്തിൽ അടുത്ത ഒരു കമ്മിറ്റിയിൽ വളരെ വിശാലമായി സംസാരിച്ചിട്ടൊക്കെ എഴുന്നേറ്റ് പോയ ആള് തൊട്ടടുത്ത കമ്മിറ്റി കൂടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് രാവിലെ ഫോൺ വരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഗോപാലകൃഷ്ണൻ മരണപ്പെട്ടു. യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുറ്റിയിൽ ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. സാമ്പത്തികമായും മറ്റു രീതിയിൽ വ്യാവസായികമായും പിന്നോക്കം നിൽക്കുന്ന ഒരു യൂണിറ്റാണ് നമ്മുടെ വേങ്ങ യൂണിറ്റ്. ഏകദേശം 100ഓളം അംഗങ്ങളെ നമുക്ക് ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ യൂണിറ്റിലെ വ്യാപാരികൾക്ക് ഏറ്റവും പ്രയോജനകരമായവും ആകർഷണീയമായ ഒരു പദ്ധതിയാണ് കുടുംബ സുരക്ഷാ പദ്ധതി. ജനറൽ സെക്രട്ടറി അഷ്റഫ് സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി ഷാജഹാൻ ID കാർഡ് വിതരണം നിർവഹിച്ചു. നിസാം മുഖ്യപ്രഭാഷണം നടത്തി. ട്രഷറർ GK രേണുകുമാർ, മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിജിന നൌഫൽ, റാഫിയ നവാസ്, വേങ്ങ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് നൌഫൽ, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ റസാഖ്, ട്രഷറർ ജോസ്മത്തായി തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാരി സംരക്ഷണ ജാഥയ്ക്ക് ഭരണിക്കാവിൽ സ്വീകരണം നൽകാനും പരിപാടിയിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.